മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഈ യൂട്യൂബിലൂടെ അതിരാവിലെ റെക്കോർഡ് ചെയ്ത് അതിരാവിലെ തന്നെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. അതിൽ 95% പ്രേക്ഷകരും വളരെ വളരെ നല്ല കമൻറ്റുകൾ എഴുതാറുണ്ട്. അഭിനന്ദനാർഹമായിട്ടുള്ള പ്രോത്സാഹനവും നൽകാറുണ്ട്. സ്വാഭാവികമായും 5% വ്യക്തികൾ എതിർക്കാറുണ്ട്. വളരെ ക്രിട്ടിക്കലായ രീതിയിൽ കമൻറ്റുകൾ എഴുതാറുണ്ട്. പലപ്പോഴും വിമർശനാത്മകമായ ക്രിട്ടിക്കലായിട്ടുള്ള കമൻറ്റുകൾ എഴുതുന്നത് തികച്ചും ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ് എന്ന് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവാറുണ്ട്. വിഷയത്തുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിധത്തിലുള്ള കമൻറ്റുകൾ, അതെല്ലാം ഓരോ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവരുടെ പ്രതികരണമാണ്. ഇന്ന് കുറേ കൊട്ടേഷനുകൾ അപ്രതീക്ഷിതമായിട്ട് പെരുമ്പാവൂരിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തകനായ പ്രഭാകരൻ നായർ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അയച്ചു തരികയുണ്ടായി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയുടെ കൊട്ടേഷനാണത്. ഒരുപക്ഷെ ലോകം വെറുക്കുന്ന വ്യക്തി, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇത്രയും അധികം നാശനഷ്ടങ്ങൾക്ക് കാരണമായ വ്യക്തിയായ ഹിറ്റ്ലർ, ആ ഹിറ്റ്ലറുടെ കുറേ കൊട്ടേഷനുകളുണ്ട്. ഇന്ന് ഭാരതത്തിൽ എന്തെല്ലാം നടക്കുന്നോ അതുമായിട്ട് വളരെയേറെ സാമ്യമുള്ള കൊട്ടേഷനുകളായതുകൊണ്ടാണ് അത് ലോകത്തെ വിറപ്പിച്ച, ഇത്രയും കൊലപാതകം നടത്തിയ ഒരു വ്യക്തിയുടെ കൊട്ടേഷൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. സമൂഹത്തിന് പ്രതികരണശേഷി നഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണം ചോദ്യം ചെയ്യാൻ ത്രാണിയുള്ള യുവജനതയെ നപുംസകവൽക്കരിക്കുന്നതാണ്. വിദ്യാഭ്യാസ രീതിയെ ദുർബലമാക്കുന്നതിലൂടെയാണ് സമൂഹത്തിലെ ക്യാൻസർ സെല്ലുകൾ ഇത് സാധിച്ചെടുക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ടുള്ളൊരു കൊട്ടേഷനാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. നിരന്തര പോരാട്ടത്തിലൂടെ മനുഷ്യൻ മഹത്വം നേടുന്നു. ദീർഘമായ സമാധാനകാലം മനുഷ്യനെ അലസനും ആർജവമില്ലാത്തവനും ആക്കി തീർക്കുന്നു. അടുത്തത്, വിജയത്തിനു വേണ്ടി പൊരുതാത്തവർക്ക് വിജയാഹ്ലാദത്തിൻ്റെ കാഹളം മുഴക്കാൻ എന്താണ് അർഹതയുള്ളത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം വ്യക്തിത്വമില്ലാത്ത നപുംസകങ്ങളെ മന്ത്രിയാക്കാനാണ്. അപ്പോൾ പിന്നെ പാർട്ടിക്ക് പിന്നിൽ നിന്ന് ചരട് വലിച്ചാൽ മതിയല്ലോ. അങ്ങനെ പാർലമെൻറ്റും മന്ത്രിസഭയുമൊക്കെ ചില അധമ വർഗങ്ങളുടെ സ്വകാര്യ സ്വത്തായി അപ്രകാരം പരിണമിക്കുന്നു. അല്പബുദ്ധികളായ ഈ പാർലമെന്റ് അംഗങ്ങൾ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മുഖ്യ നേതാവും അതുപോലെ തിരുമണ്ടൻ ആയിരിക്കണമെന്നാണ്. വിവരമുള്ളവരുടെ ഒപ്പമിരിക്കാനല്ലേ അപകർഷത തോന്നേണ്ടതുള്ളൂ. ഇന്നത്തെ പാർലമെന്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു കമൻ്റാണത്. യഥാർത്ഥ രാജ്യസ്നേഹികളായ ആരും നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ടി അടുക്കളപ്പണി ചെയ്തു കൊടുക്കുകയില്ല. രാജപ്രതിനിധികളുടെ പ്രവൃത്തികളിൽ വീഴ്ച കാണുമ്പോൾ അത് കാണാത്തതായി നടിക്കുകയോ അതിനെ ന്യായീകരിക്കാൻ കണ്ടക്ഷോഭം നടത്തുകയോ ചെയ്യുന്നവൻ രാജ്യദ്രോഹിയാണ്. ഇന്ന്
യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികളുടെ ഒരു സമൂഹമാണ് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവർത്തന രീതികളും നേതൃത്വം നൽകുന്നവരും എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. രാഷ്ട്രീയക്കാരൻ മലിനമായ സാഹചര്യങ്ങളിൽ നിന്നും വന്നവനും ബുദ്ധിയില്ലാത്തവനുമായതുകൊണ്ട് അവനെടുക്കുന്ന തീരുമാനങ്ങളിലും നിശ്ചയദാർഢ്യമോ ദീർഘവീക്ഷണമോ ധീരതയോ കാണപ്പെടുകയില്ല. പക്ഷേ അവൻ എപ്പോഴും ഭൂരിപക്ഷം എന്ന കപ്പക്കൂനയിൽ ഒരു പുഴുവിനെ പോലെ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നു. അതിനവന് കഴിയുന്നു. ജനാധിപത്യത്തെക്കുറിച്ചും ഭൂരിപക്ഷത്തെക്കുറിച്ചുമുള്ള ആ വരികൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്ര അന്വർത്ഥമാണെന്ന് നോക്കുക. വ്യതിരിക്തമായ വ്യക്തിത്വമോ കരുത്തോ ഇല്ലാത്ത ഒരു ഞാഞ്ഞൂൽ കൂട്ടത്തിൻ്റെ സംഖ്യാമേധാവിത്വമാണ് ജനാധിപത്യം. വികാരങ്ങൾ ഇളക്കിവിട്ട് ഭൂരിപക്ഷ വോട്ട് നേടാൻ കഴിയുന്നവർക്കല്ലാതെ യഥാർത്ഥ കഴിവുള്ളവർക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ കഴിവുള്ളവർ രാഷ്ട്രീയ രംഗത്ത് വരാൻ മടിച്ചു നിൽക്കും. ആ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊടുപ്പുകാരൻ്റെ മനോഭാവമുള്ളവർ ഇരച്ചു കയറുകയും ചെയ്യും. ഈ പാർലമെന്റ് ഇലക്ഷന് ഭൂരിപക്ഷം സീറ്റുകളിൽ നിൽക്കുന്നവരുടെയും ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിച്ചാൽ ഈ വരികളിൽ നിന്ന് വളരെ ഭിന്നമല്ല അവരുടെ സ്വഭാവവും അവരുടെ പ്രവൃത്തികളും എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയക്കാരന് ചരിത്ര പാണ്ഡിത്യമോ വംശാഭിമാനമോ കറതീർന്ന രാജ്യസ്നേഹമോ പൊരുതാനുള്ള ചങ്കൂറ്റമോ ഒന്നും ആവശ്യമില്ല. യാതൊരു അടിസ്ഥാന യോഗ്യതയും ആവശ്യമില്ലാത്ത തൊഴിലായി രാഷ്ട്രീയം അധപ്പതിക്കുന്നു. വളരെ ശരിയാണ്. ഒരു പ്യൂണാവണമെങ്കിൽ പോലും 7ാം ക്ലാസ് പഠിക്കണം. ഒരു ക്ലർക്കാവണമെങ്കിൽ 10ാം ക്ലാസ് പഠിക്കണം. ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള യോഗ്യത വേണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ 7 8 പേര് സ്വന്തം ഒപ്പ് പോലും ഇടാൻ അറിയാത്തവരുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഹത്വം അഥവാ അതിൻ്റേതായ ആ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉന്നത വ്യക്തിത്വങ്ങളുടെ എണ്ണം കുറയുന്നിടത്ത് കയറിപ്പറ്റുന്നത് കുറുക്കൻ്റെ കൗശലം മാത്രമുള്ള വിവരം കെട്ട രാഷ്ട്രീയക്കാരാണെന്ന് ഓർക്കണം. തലകളുടെ എണ്ണം മാത്രം അളവുകോലായി തീരുമാനമെടുക്കുന്നിടത്ത് തലയ്ക്കകത്ത് എന്താണെന്ന് നോക്കേണ്ട കാര്യമില്ലെന്ന് വരുന്നു. ഇന്ന് ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാർ ചില ജാതി സംഘടനകളുടെ മുകളിലിരിക്കുന്നവരും പഴയ കാലത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്യൂണായിട്ടിരുന്ന വ്യക്തി ആ ജാതി സംഘടനയുടെ ഏറ്റവും മുകളിലെത്തുമ്പോഴും പ്യൂണിനെ പോലെ പെരുമാറുന്നത് പോലെ മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ പഠിച്ചിട്ടല്ല, ബുദ്ധിപരമായിട്ട് വളർന്നിട്ടല്ല, വിവേകം വാർത്തെടുത്തിട്ടല്ല ഭൂമിയിൽ ജനിക്കുന്നത്. ആ ഭൂമിയിൽ ജനിച്ചപ്പോൾ തലയ്ക്കകത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നോ അതേ 60 വയസ്സാവുമ്പോഴും 70 വയസ്സാവുമ്പോഴും ഉള്ളൂ എങ്കിൽ അവരെ പിടിച്ച് പാർലമെന്റിന്റെ കസേരയിലിരുത്തിയാൽ എന്തായിരിക്കും നേട്ടം? പരസ്പരം അഭിനന്ദിക്കുകയും പരസ്പരം അനുമോദിക്കുകയും പരസ്പരം പുറകില് ചൊറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാര് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അവനവൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കാനും അവനവൻ്റെ കാര്യങ്ങൾ നേടാനും അവനവനെതിരെയുള്ള അഴിമതികൾ പുറത്തു വരാതിരിക്കാൻ പരസ്പരം സഹായിക്കുകയുമെല്ലാം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ച് 2ാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് വ്യക്തികളെ കൊന്ന അല്ലെങ്കിൽ വധത്തിന് കാരണമായ ഹിറ്റ്ലറുടെ വാക്കുകൾ ഇപ്പോഴും അന്വർത്ഥമാകുന്നു എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇപ്പോഴാണോ അത് കൂടുതൽ അന്വർത്ഥമാകുന്നത് എന്നാണ് തോന്നാറുള്ളത്. ഒരു കട്ടുറുമ്പിന് പകരമാകാൻ 1000 ഞാഞ്ഞൂളുകൾക്ക് കഴിയുകയില്ല. അതുപോലെ തന്നെ ഉന്നത ശീർഷനായ ഒരു വ്യക്തിക്ക് പകരമാകില്ല ഒരിക്കലും ഭൂരിപക്ഷം. ഏത് മന്ദബുദ്ധിക്കും എണ്ണം പറയാവുന്നിടത്ത് ഭൂരിപക്ഷം എന്നാൽ ഒരു കോമാളിക്കളി മാത്രമാകുന്നു.
ഇപ്പൊ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു കോമാളിക്കളി മാത്രമാണെന്ന് നമ്മുടെ രാഷ്ട്രം കഴിഞ്ഞ 5 വർഷമായിട്ട് ഭരിച്ച വ്യക്തികളുടെ പ്രവൃത്തികൾ കണ്ടാൽ മനസ്സിലാവും. ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടി ഒരു വിഭാഗം വെറുതെ ഇറങ്ങിപ്പോയാൽ ഭൂരിപക്ഷമായി. അവർ സഭയ്ക്കകത്ത് വോട്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. പ്രതിപക്ഷം ഒന്ന് ഇറങ്ങിപ്പോയാൽ നമ്മുടെ നിയമസഭയ്ക്കകത്തും പാർലമെന്റിനകത്തും ഭൂരിപക്ഷമാകാൻ എന്ത് വിചിത്രമായിട്ടുള്ള രീതിയാണെന്ന് നോക്കാം. കോടിക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന വ്യക്തികള് അവനവന്റെ ഉത്തരവാദിത്വം അറിയാതെ പാർലമെന്റും നിയമസഭയും സ്തംഭിപ്പിക്കുക, തനി തറ പണി ചെയ്യുന്നത് പോലെ ആ പാർലമെന്റിന്റെയും നിയമസഭയുടെയും ഓരോ മിനിറ്റും ലക്ഷവും കോടികളും ചെലവഴിക്കുന്നതിനെ പുച്ഛിച്ച് തള്ളുന്നത് പോലെ ദിവസങ്ങളോളം സമ്മേളനം കൂടാതിരിക്കുക. പ്രധാനമന്ത്രിയാകാൻ പോകുന്ന വ്യക്തി കഴിഞ്ഞ 5 വർഷമായിട്ട് പാർലമെന്റിനകത്ത് കയറിയിരിക്കുന്നത് 5% സമയം മാത്രമാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ്. അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്ന മണ്ഡലമേ വേറെയാണ് എന്നെല്ലാം നമ്മൾ തിരിച്ചറിയുമ്പോൾ വിചിത്രമായ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഘോരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. നിശബ്ദതയേക്കാൾ ഭേദമാണ് ഏത് ആജ്ഞയും. യാതൊരു ആശയാദർശങ്ങളും ഇല്ലാത്ത ഒരു എംബോക്കിയെ ഉജ്ജ്വല നേതാവായി പത്രം അവതരിപ്പിച്ചു തുടങ്ങും. അതേസമയം ശരിക്കും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, ജനനന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരാളെ ജനങ്ങളുടെ സ്മരണയിൽ നിന്ന് പോലും തുടച്ചു മാറ്റാനും ഈ പത്രങ്ങൾക്ക് കഴിയും. അല്ലെങ്കിൽ അയാളെ അപമാനിച്ചു പുറത്താക്കും. സത്യത്തില് ഡൽഹി ഭരിച്ച വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒരു കൂണ് പോലെ മുളച്ചു. അയാളെ പത്രമാധ്യമങ്ങൾ ഒന്നാമത്തെ പേജില് മഹാരാജാവിനെ പോലെയും മഹർഷിയെ പോലെയും ഭാരതത്തെ ശുദ്ധീകരിക്കാൻ അവതരിച്ച വ്യക്തിയെ പോലെയും എല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അത്ഭുതം തോന്നി. ഞാൻ ദുബായിലായിരുന്നു അദ്ദേഹം ജയിച്ച ദിവസം. ആ ദുബായിലെ പത്രങ്ങളെല്ലാം അമേരിക്കൻ പ്രസിഡന്റിന് കൊടുത്ത പ്രാധാന്യത്തെക്കാൾ ഏറെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിക്ക് കൊടുത്തു. ഈശ്വരാനുഗ്രഹം കൊണ്ട് അതേ വ്യക്തി തന്നെയാണ് ഇന്നലെ പത്രമാധ്യമങ്ങൾക്കെതിരെ അതിശക്തമായി വിമർശിച്ചതും പത്രമാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതും. അപ്പൊ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കീറ്റുന്നതും ഭവാൻ എന്നുള്ളത് ഒന്ന് മാറ്റി പാടിയാൽ മതി. മാളിക മുകളിലേറ്റിയ മന്നന്റെ തോളിൽ മാറാപ്പു കീറ്റുന്നതും ഭവാൻ. എന്ത് ഗംഭീരമായിട്ടുള്ള കാഴ്ചയാ പത്രമാധ്യമങ്ങളുടെ. നന്മ ചെയ്യുന്നവരെ അവഹേളിക്കുക, നന്മ ചെയ്യുന്നവരെ അപകീർത്തിപ്പെടുത്തുക, അത് പത്രസ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിക്കുക, അവനവന് ഇഷ്ടമുള്ള പാർട്ടിക്കാരെ ഏറ്റവും ഉയർന്നവനാക്കുക, അവനവന് താല്പര്യമില്ലാത്തവനെ തകർത്ത് തരിപ്പണമാക്കുക. രാഷ്ട്രത്തിൻ്റെ നന്മയോ സമൂഹത്തിൻ്റെ നന്മയോ ഒന്നുമല്ല. ചിലതെല്ലാം കാട്ടിക്കൂട്ടി അടുത്ത ഇലക്ഷന് ആ പത്രം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനെ ഉയർത്തുക, അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ നേടുക. കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും ഒരു ചിത്രം വളരെ വളരെ വ്യക്തമായിട്ട് നമ്മളുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നവർക്കത് കണ്ടു മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വായിക്കുന്നത് കേട്ടാൽ കാണുന്നതിനേക്കാൾ വ്യക്തമായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച്. പത്രമാധ്യമങ്ങൾ ഒരു ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ തൂണാണെന്ന് പറയാറുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് ദ്രവിച്ച് തുരുമ്പ് പിടിച്ച കമ്പി കൊണ്ട് ഉണ്ടാക്കിയ, നന്മ ചെയ്യുന്നവരെ അവഹേളിക്കുന്ന, അതിന് എതിരെ പ്രതികരിക്കാതിരിക്കുന്നതാണ് നിഷ്പക്ഷത എന്ന് ധരിക്കുന്ന, അതുപോലെ നന്മ ചെയ്യുന്നവരെ അവഹേളിക്കുന്നത് സത്യം ജയിക്കുമ്പോൾ കാണാമല്ലോ നന്മ ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് ദൂരെ മാറി ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടിയിലുള്ള വെളിച്ചത്തിലിരുന്ന് ഇതെല്ലാം ആസ്വദിക്കുന്ന ഒരു ജനതയായി കേരളത്തിലെ ജനതയും ഭാരതത്തിലെ ജനതയും മാറുമ്പോൾ ഹിറ്റ്ലറുടെ വാക്കുകൾ എത്ര അന്വർത്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. രാജ്യത്തിനും ഭാവി തലമുറകൾക്കും സ്വത്തായി മാറേണ്ട ഒരു മഹത് വ്യക്തിയെ
100 കേന്ദ്രങ്ങളിൽ നിന്ന് അമേദ്യം വാരിയെറിഞ്ഞ് നാറ്റിക്കുന്നത് എങ്ങനെയെന്ന് പത്രമുതലാളിമാർക്കറിയാം. സത്യാണ് ഈ അടുത്ത 15, 20, 30 ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത്. ഹിറ്റ്ലറുടെ അതേ വരിയാണ്. ഞാനത് ഒന്നുകൂടി വായിക്കാം. രാജ്യത്തിനും ഭാവി തലമുറകൾക്കും സ്വത്തായി മാറേണ്ട ഒരു മഹത് വ്യക്തിയെ 100 കേന്ദ്രങ്ങളിൽ നിന്ന് അമേദ്യം വാരിയെറിഞ്ഞ് നാറ്റിക്കുന്നത് എങ്ങനെയെന്ന് പത്രമുതലാളിമാർക്കറിയാം. ഇത് ഏതോ ഒരു പത്രത്തെ മുമ്പിൽ കണ്ടുകൊണ്ട്, ഇന്നത്തെ കേരളത്തിലെ പത്രത്തെ, 1-2 പത്രത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അന്ന് ഹിറ്റ്ലർ എഴുതിയതാണെന്ന് തോന്നുന്നു. അതിന്റെ തുടർച്ചയാണ്. ഇരയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ മേൽ ആരോപിക്കാനുള്ള പാപക്കറകളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ലെങ്കിൽ ഉടൻ ചെയ്യുന്നത് അയാളുടെ വ്യക്തി ജീവിതവും കുടുംബ ചരിത്രവും മാന്തി പൊളിക്കുകയാണ്. കഴുതപ്പുലികളെ പോലെ ശവക്കുഴി മാന്തി ചെല്ലുമ്പോൾ നാറുന്നത് എന്തെങ്കിലും കിട്ടിയെന്ന് വരും. എത്ര അന്വർത്ഥമായിട്ട്. ഒരു പക്ഷേ ഇത് ഒരു ഇടതുപക്ഷ ടെലിവിഷൻ ചാനലിലെ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ച് എഴുതിയതാണെന്ന് പോലും തോന്നത്തക്ക വിധത്തിൽ ഏതാണ്ട് 70 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ വരികൾ ഒരിക്കൽ കൂടി വായിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. രാജ്യത്തിനും ഭാവി തലമുറകൾക്കും സ്വത്തായി മാറേണ്ട ഒരു മഹത് വ്യക്തിയെ 100 കേന്ദ്രങ്ങളിൽ നിന്ന് അമേദ്യം വാരിയെറിഞ്ഞ് നാറ്റിക്കുന്നത് എങ്ങനെയെന്ന് പത്രമുതലാളിമാർക്കറിയാം. ഇരയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ മേൽ ആരോപിക്കാനുള്ള പാപക്കറകളൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ലെങ്കിൽ ഉടൻ ചെയ്യുന്നത് അയാളുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും മാന്തി പൊളിക്കുകയാണ്. കഴുതപ്പുലികളെ പോലെ ശവക്കുഴി മാന്തി ചെല്ലുമ്പോൾ നാറുന്നത് എന്തെങ്കിലും കിട്ടി എന്ന് വരും. പത്രമാധ്യമങ്ങളെ കുറിച്ച് ഹിറ്റ്ലർ പറഞ്ഞ വരികൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്ര സത്യമാണ്. ഗൂഢോദ്ദേശങ്ങളാൽ പ്രേരിതരായ ഈ പത്രമുതലാളിമാരെ അവരുടെ അന്തഃപുരത്തിൽ നിന്ന് പിടിച്ചു പുറത്തു കൊണ്ടുവന്ന് കഴുത്തിൽ ഒരു കല്ലും കെട്ടി വല്ല പൊട്ടക്കുളത്തിലും താഴ്ത്തേണ്ടതിന് പകരം അവരുടെ ദുഷ്പ്രചാരണം നിർബാധം തുടരാൻ ഭരണകൂടം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വളരെ സത്യസന്ധ. ഭരണകൂടവും ഒരു പരിധിവരെ നിയമവ്യവസ്ഥയും അതിന് കൂടെ നിൽക്കുന്നു. ഗൂഢോദ്ദേശങ്ങളാൽ പ്രേരിതരായ ഈ പത്രമുതലാളിമാരെ അവരുടെ അന്തഃപുരത്തിൽ നിന്ന് പിടിച്ചു പുറത്തു കൊണ്ടുവന്ന് കഴുത്തിൽ ഒരു കല്ലും കെട്ടി വല്ല പൊട്ടക്കുളത്തിലും താഴ്ത്തേണ്ടതിന് പകരം അവരുടെ ദുഷ്പ്രചാരണം നിർബാധം തുടരാൻ ഭരണകൂടം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ഏത് മാലിന്യത്തിനുള്ളിലും ചാണകപ്പുഴുക്കളെ പോലെ തിന്നു വീർത്ത് കിടക്കാനാണ് ഈ കപട ബുദ്ധിജീവികൾ ഇഷ്ടപ്പെടുക. സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയാൻ ഇവർ ഒരിക്കലും തയ്യാറാവുകയില്ല. ബുദ്ധിജീവി ഭാഷ സഹകീടങ്ങൾക്ക് പോലും മനസ്സിലായി എന്ന് വരില്ല. കേരളത്തിലെ ബുദ്ധിജീവികളെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. കേരളത്തിന് പുറത്ത് കേരളത്തിലേതുപോലെ ഉള്ള ബുദ്ധിജീവികൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്ന് അവയിൽ ഭൂരിഭാഗവും ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു, നാറാൻ തുടങ്ങിയിരിക്കുന്നു, ചീയാൻ തുടങ്ങിയിരിക്കുന്നു. ബുദ്ധിജീവികൾ എന്ന പദം ഇന്ന് കേരളത്തിൽ നിന്ന് പതുക്കെ അപ്രത്യക്ഷമാവാൻ കാരണം ജനങ്ങൾ അവരെ അടുപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കോളേജിൽ പോയിരുന്ന അറിവ് ഇഞ്ചക്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളതായ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആരോടും കപടബുദ്ധിജീവികൾക്ക് പുച്ഛമാണ്. പ്രഗത്ഭനായ ഒരാളേക്കാൾ അവർക്കിഷ്ടം സർട്ടിഫിക്കറ്റിന്റെ ചുമടുമായി എത്തുന്ന മന്ദബുദ്ധിയോടാണ്. അതും യഥാർത്ഥമാണ്. പ്രകൃതിയെ കീഴടക്കിയെന്ന് അഹങ്കരിക്കുന്ന അല്പബുദ്ധികൾക്ക് മഹാമാരികളും പ്രകൃതിക്ഷോഭങ്ങളും ഇളക്കിവിട്ട് പ്രകൃതി തിരിച്ചടി നൽകും. അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായ വരൾച്ച, ഈ വർഷം കാലാവസ്ഥാ നിരീക്ഷകര് പ്രഖ്യാപിച്ചിരിക്കുന്ന വരൾച്ച, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുണ്ടായ മഹാമാരി, ഇതെല്ലാം പ്രകൃതി കാട്ടിക്കൂട്ടുന്നതും അല്ലെങ്കിൽ കാണിച്ചു തരുന്നതും ഈ രാഷ്ട്രീയക്കാരുടെയും അല്പബുദ്ധികളായ ബുദ്ധിജീവികളുടെയും എല്ലാം പ്രവൃത്തി കൊണ്ടാണെന്ന് വരെ പണ്ട് ഭാരതീയ പൈതൃകത്തിലെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഹിറ്റ്ലർ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നന്നായി എന്ന് തോന്നുന്നു. ഭീരുവിൻ്റെ കയ്യിൽ 10 തോക്കുണ്ടെങ്കിലും കാര്യമില്ല, ഒരു വെടിവെക്കാൻ പോലും അവന് കഴിയില്ല. ധീരന് ഒരു കൽക്കഷണം പോലും ആയുധമാകും. കേരളത്തില് കൽക്കഷണം ആയുധമാക്കാൻ കഴിവുള്ളവരില്ല. ഉള്ളവരൊക്കെ ബുദ്ധിജീവികളുടെ ലിസ്റ്റിലും പാർട്ടിയിലും പെട്ടവരാണ്.
ഇപ്പോൾ കോടതി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൽക്കഷ്ണം ഉപയോഗിച്ച് അവനവന്റെ പ്രതിഷേധം അല്പബുദ്ധികൾക്കും ബുദ്ധിജീവികൾക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഗ്രഹണശേഷി കുറഞ്ഞ സാധാരണ പൗരന്റെ മനസ്സിൽ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് ഒരാശയം സാവധാനം കൊത്തിവെക്കലാണ് പ്രചാരണം. ഉളിയും ചുറ്റികയും എന്നുള്ളത് ഒന്ന് മാറ്റിയാൽ അരിവാളും ചുറ്റികയും നക്ഷത്രവും അല്ലെങ്കിൽ അരിവാളും നെൽക്കതിരുമെന്നാക്കിയാൽ ഹിറ്റ്ലറുടെ പ്രചാരണം കേരളത്തെക്കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമാക്കാൻ സാധിക്കും. പോരാട്ടം പ്രകൃതിയുടെ നിയമമാണ്. പോരാടാൻ താല്പര്യമില്ലാത്തവന് നിലനിൽക്കാനും അർഹതയില്ല. പരസ്പരം പൊരുതിക്കൊണ്ട് അതിജീവനത്തിനായി ശ്രമിക്കുമ്പോൾ തന്നെ അവൻ പ്രകൃതിക്ക് വിധേയനായിരിക്കുകയും വേണം. ഇവിടെ പോരാട്ടം നിത്യസംഭവമാണ്. പാവപ്പെട്ടവൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും അവനെ തടഞ്ഞു നിർത്തി അവൻ്റെ യാത്ര മുടക്കി മണിസൗധത്തിൽ കഴിയുന്ന മന്ത്രിമാർക്ക് പ്രതിഷേധമറിയിക്കാമെന്ന് ധരിക്കലാണ് കേരളത്തിലെ പോരാട്ടം എന്ന് മറക്കരുത്. അവനവൻ കൊലപാതകവും അതുപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങളും ചെയ്തവര് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് ഇതാ കുറ്റവാളി എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥിതി കേരളത്തില് ഗീബൽസിന്റെ തത്വം പോലെ നിലനിൽക്കുന്നു. മൂല്യങ്ങളുടെ തണലിൽ മാത്രമേ ഭൗതിക താല്പര്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നോർക്കണം. എവിടെ മൂല്യം? എന്ത് മൂല്യം? വാരണം, എനിക്കും ഉണ്ടാക്കണം പൈസയും സ്ഥാനവും എന്ന് പറയുമ്പോൾ മൂല്യങ്ങളെ കുറിച്ച് ഒരു ലോക മഹായുദ്ധത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തി പറയുന്നത് എത്ര നന്നായിട്ടുണ്ട്. ധാർമ്മികമാണെന്ന് പറയുന്നില്ല, നന്നായിട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂല്യങ്ങളുടെ തണലിൽ മാത്രമേ ഭൗതിക താല്പര്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നോർക്കണം. മൂല്യങ്ങളുടെ അടിത്തറയില്ലാത്ത സാമ്പത്തിക അഭിവൃദ്ധി തായ്വേരില്ലാത്ത പൂമരം പോലെയാണ്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ടാവും, പക്ഷേ ഒരു ചെറുകാറ്റിൽ തകർന്നടിഞ്ഞിരിക്കുകയും ചെയ്യും, അത് തകർന്നടിഞ്ഞു പോവുകയും ചെയ്യും. ആ പൂമരമാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ അറിയാതെയാണെങ്കിലും തോന്നിപ്പോകുന്നു. കരുത്തന്മാരുടെ മത്സരത്തിനായി പ്രകൃതി എപ്പോഴും അതിൻ്റെ വേദികൾ തുറന്നിട്ട് ഇരിക്കുകയായിരിക്കും. കൂടുതൽ ശക്തിയുള്ളവര് ദുർബലരെ കീഴടക്കുക എന്നുള്ളതാണ് പ്രകൃതി നിയമം. കൂടുതൽ ശക്തിയുള്ളവര്, കൂടുതൽ മസിൽ പവർ ഉള്ളവര് ഉറക്കെ പറയാനും ഒടുക്കം നിർത്താനും ഒന്നും അറിയാത്തവനെ സാധിക്കുള്ളൂ. അവനാണ് വിജയിക്കുന്നത്. എണ്ണം കാണിച്ച് ചങ്ങല ഉണ്ടാക്കുന്നവരും സെക്രട്ടേറിയറ്റും താലൂക്ക് ഓഫീസുകളും വലയുന്നവരും ഏത് നിമിഷം വേണമെങ്കിൽ 10,000 പേരെ വിളിച്ച് വരുത്തി പ്രതിഷേധിക്കാൻ കഴിവുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും മതസംഘടനകളും വളരുന്ന കേരളത്തില് ഈ വരികൾ അന്വർത്ഥമായിരിക്കുന്നു. ജനഹൃദയങ്ങളുടെ അടഞ്ഞ വാതിലുകൾ ഇരുമ്പുകൂടം പോലെ കനത്ത വാക്കുകൾ കൊണ്ട് അടിച്ചു തകർത്ത് അകത്ത് കയറി ജ്വാലയായി പടരാൻ കഴിയുന്നവർക്ക് മാത്രമേ സമൂഹത്തിൽ മൊത്തമായി ഇച്ഛാശക്തി കുത്തി നിറയ്ക്കാൻ കഴിയുകയുള്ളൂ. നല്ല വരികളാണ്. നിർഭാഗ്യവശാൽ ജനഹൃദയങ്ങളുടെ അടഞ്ഞ വാതിലുകൾ ഇരുമ്പുകൂടം പോലെ കനത്ത വാക്കുകൾ കൊണ്ട് അടിച്ചു തകർത്ത് അകത്ത് കയറി കത്തി ജ്വലിച്ച് നശിപ്പിക്കുന്ന ജ്വാലയായി പടരാനാണ് ഇന്ന് വാക്കുകൾ പത്രമാധ്യമങ്ങളിലൂടെയും പ്രസ് കോൺഫറൻസിലൂടെയും പല നേതാക്കന്മാരെന്ന് സ്വയം ധരിച്ചു മുമ്പോട്ട് വരുന്നവര് ഞാൻ പറയുന്നത് അവസാനത്തെ വാക്കും ഞാൻ പറയുന്നത് അവസാനത്തെ നിർദ്ദേശവും ഞാനല്ലാതെ മറ്റൊരുവൻ പറയാനില്ലെന്നും എൻ്റെ അനുയായികളാണ് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നതെന്നും അവനവൻ്റെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് മുഴുവനും ഒഴുകിപ്പോയിട്ടും ഞാനാണ് നേതാവെന്നും ഞാൻ പറയുന്നതല്ലാതെ മറ്റാര് പറയുന്നതും ജനത കേൾക്കില്ലെന്നുമെല്ലാം നടിച്ചു നടക്കുന്ന ഭ്രാന്തന്മാരെ കുറിച്ച് പറയാൻ ഇത്രയും നല്ല വാക്കുകൾ എവിടെ നിന്ന് കിട്ടി എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയുള്ളൂ, കാരണം ഇന്നലെയാണ് ഈ പേപ്പർ എനിക്ക് കിട്ടിയത്. നേട്ടങ്ങൾക്ക് പോരാട്ടത്തിൻ്റെ ഒറ്റയടിപ്പാത മാത്രമേ ഉള്ളൂ. നേട്ടങ്ങൾക്ക് പോരാട്ടത്തിൻ്റെ ഒറ്റയടി പാത മാത്രമേ ഉള്ളൂ. കോട്ടങ്ങൾക്ക് പോരാട്ടത്തിൻ്റെ ഒറ്റയടി പാതയിലെ നശീകരണ പ്രവൃത്തി മാത്രമേയുള്ളൂ എന്ന് മറ്റേ വിഭാഗത്തെക്കുറിച്ചും ഹിറ്റ്ലർക്ക് പറയാമായിരുന്നു എന്ന് തോന്നുന്നു. സമ്പത്തിന് മാത്രം പരിഗണന നൽകിക്കൊണ്ട് വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടരുത്,
അത്തരം വിവാഹങ്ങൾ തകരും. സ്നേഹത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരുമ്പോൾ വിവാഹേതര ബന്ധങ്ങൾ സ്വാഭാവികമായി ഉടലെടുക്കും. ഇത് വിവാഹത്തെക്കുറിച്ച് ഹിറ്റ്ലർ പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. ഇത് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെയും മധ്യ മുന്നണികളുടെയും കൂടെ വരുന്നവരും കൂടെ നിന്ന് പോകുന്നവരും കൂടെ വന്ന് വിവാഹബന്ധം ഉറപ്പിക്കുന്നവരും കൂടെ നിൽക്കാതെ അവനവന്റെ കസേരയ്ക്കും സമ്പത്തിനും വേണ്ടി പോകുന്നവരെയും കുറിച്ചാണ് ഈ വിവാഹബന്ധം ഹിറ്റ്ലർ പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത്. ഒന്നുകൂടി അത് വായിക്കുമ്പോൾ അത് വ്യക്തമാവും. സമ്പത്തിനു മാത്രം പരിഗണന നൽകിക്കൊണ്ട് വിവാഹബന്ധങ്ങൾ, അതിനെ ഒന്ന് മാറ്റിയാൽ മതി. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും കസേരയ്ക്കും മന്ത്രിപദത്തിനും പരിഗണന നൽകിക്കൊണ്ട് വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടരുത്. അത്തരം വിവാഹങ്ങൾ തകരും, അത്തരം ബന്ധങ്ങൾ തകരുമെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോരുത്തരുടെ കിടപ്പുമുറിയിലേക്ക് പോകുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരായ ഭിക്ഷാന്തേഹികളുടെ സ്വഭാവത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്നേഹത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരുമ്പോൾ വിവാഹേതര ബന്ധങ്ങൾ സ്വാഭാവികമായും ഉടലെടുക്കും. നമുക്കത് കാണാൻ സാധിക്കും. സ്നേഹത്തിനല്ല, ജയിക്കുന്നതിന് മറ്റു വഴികൾ തേടേണ്ടി വരുമ്പോൾ വിവാഹേതര ബന്ധങ്ങൾ സ്വാഭാവികമായും ഉടലെടുക്കും. ആവശ്യമായവ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് മാത്രമല്ല, ആവശ്യമില്ലാത്തവയെ മറന്നു കളയുന്നതും കൂടിയാണ് പഠനമെന്ന് പറയുന്നത്. ആവശ്യമായവ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് മാത്രമല്ല, സത്യം, ധർമ്മം, നീതി, ന്യായം ഇവ ആവശ്യമില്ലാത്തതായതുകൊണ്ട് അവയെ മറന്നുകളയുകയും ചെയ്യണം. സത്യം, ധർമ്മം, നീതി, ന്യായം ഇവ രാഷ്ട്രീയക്കാർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അത് മറന്നുകളയുകയും കൂടി ചെയ്യുന്നതാണ് രാഷ്ട്രീയമെന്ന് പറയണം. അടിമയ്ക്ക് ആത്മാഭിമാനം എന്ന വികാരം ഉണ്ടായിരിക്കില്ല. ആത്മാഭിമാന പ്രചോദിതരല്ലാത്ത ജനതയ്ക്ക് വൈകാതെ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടും. അടിമയായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആത്മാഭിമാനം എന്ന വികാരം ഉണ്ടാവില്ല എന്ന് നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും അനുഭവങ്ങൾ വളരെ വ്യക്തമായി കാണിക്കുന്നു. ആത്മാഭിമാന പ്രചോദിതരല്ലാത്ത ജനതയ്ക്ക്, രാഷ്ട്രീയക്കാർക്ക് വൈകാതെ സ്വാതന്ത്ര്യം കേരളത്തിൽ നഷ്ടപ്പെടില്ല. ലോക നിയമമാണ് ഹിറ്റ്ലർ പറഞ്ഞതെങ്കിലും അത് കേരളത്തിലെ നിയമമാണെന്ന് തോന്നണില്ല. വിജയിക്കു മാത്രമേ വിധി നിർണയിക്കാൻ അവകാശമുള്ളൂ. ജയിച്ചുവെങ്കിൽ അത് ശരി, തോറ്റെങ്കിൽ അത് തെറ്റ് എന്നാണ് ലോകത്തിന്റെ വിലയിരുത്തൽ. പരാജിതന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. ഏതാണ് സത്യം, ഏതാണ് ധർമ്മം, ഏതാണ് നീതി, ഏതാണ് ന്യായം എന്നുള്ളതല്ല. അസത്യവും അധർമ്മവും അനീതിയും അന്യായവും ഉപയോഗിച്ചാണെങ്കിലും ജയിക്കുന്നവനാണ് ശരി ചെയ്തവൻ, തോൽക്കുന്നവൻ തെറ്റ് ചെയ്തവനാണ് എന്നുള്ള നിയമം ഈ പരമപവിത്രമായ 10 അവതാരങ്ങൾ ജനിച്ച 10 അവതാരങ്ങൾക്ക് ജന്മം നൽകിയ ഭാരതത്തിലും നടക്കുന്നു എന്ന് ഇത്രയും വ്യക്തമായി 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഇതൊന്നും കാണാതെ അനുഭവിക്കാതെ തന്നെ ഹിറ്റ്ലർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഹിറ്റ്ലർക്ക് ശരിക്ക് ഭാരതത്തിൽ ഒന്ന് വന്ന് ഇന്ന് നടക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ എത്ര ഗംഭീരമായിട്ടുള്ള കമന്റുകളാണ് അദ്ദേഹം പണ്ട് എഴുതിയതെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമാകുമായിരുന്നു. ഓരോ തലമുറയും പഴയതിനെ തകർത്ത് പുതിയവ സൃഷ്ടിച്ചുകൊണ്ടിരുന്നാൽ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ ലോകത്ത് ഒന്നും ബാക്കിയുണ്ടാവില്ല എന്ന് ഓർക്കണം. ഇന്ന് തകർക്കുന്നത് അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. പൈസ വാരാനും സ്ഥാനമാനങ്ങൾ നേടാനും ജനങ്ങളുടെ വോട്ട് ലഭിക്കാനും ഏത് നികൃഷ്ട ജീവിയുടെയും അടുത്ത് എന്ന് കാലുപിടിക്കാനും അവരെ പൂജിക്കാനും പുറത്തു വന്നവരെ തെറി വിളിക്കാനും സാധിക്കുന്ന കേരള ജനതയ്ക്ക് പലതും നഷ്ടപ്പെടുന്നത് ഇതുപോലെ തച്ചുടയ്ക്കാനും തകർക്കാനും വേണ്ടി മുമ്പോട്ട് കഴിഞ്ഞ 60, 70, 80 വർഷമായിട്ട് വന്നവരുടെ പ്രവൃത്തിയുടെ ബലമാണ്. ക്രിസ്തുമതം ലോകം കീഴടക്കിയത് സമാനമായ തത്വശാസ്ത്രങ്ങളോട് സഹവർത്തിച്ചോ വിട്ടുവീഴ്ച ചെയ്തോ അല്ല. സ്വന്തം ആശയങ്ങളെ നിർദ്ദയം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ്. ഭ്രാന്തമായ അടിച്ചേൽപ്പിക്കലിനീടെ അവർ ഒന്നിനോടും കരുണ കാട്ടിയില്ല. ക്രിസ്തുമതത്തെക്കുറിച്ച് ഇത്രയും ശക്തമായി മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ലോർഡ് ബൈറണും അതുപോലെ തന്നെ കുറെ പ്രഗത്ഭരായ വ്യക്തികളും ആണ്. വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്, ബൈറൺ പറഞ്ഞിട്ടുണ്ട്, ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ റൂത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വരികൾ ക്രിസ്തുമതം ലോകം കീഴടക്കിയത് സമാനമായ തത്വശാസ്ത്രങ്ങളോട് സഹവർത്തിച്ചോ വിട്ടുവീഴ്ച ചെയ്തോ അല്ല. സ്വന്തം ആശയങ്ങളെ നിർദ്ദയം ജനങ്ങളുടെ മേൽ
അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ്. ഭ്രാന്തമായ അടിച്ചേൽപ്പിക്കലിനിടെ അവർ ഒന്നിനോടും കരുണ കാട്ടിയില്ല. അതാണ് സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ ചരിത്രം എന്ന് അറിയുന്നവർക്ക് മനസ്സിലാവും. ഇരുമ്പുകൂടം കൊണ്ടുള്ള അടിയേൽക്കുമ്പോൾ ഉരുക്ക് തൻ്റെ കരുത്ത് പ്രകടമാക്കുന്നത് പോലെ വിധിയുടെ മാരക പ്രഹരമേൽക്കുമ്പോൾ തകരുന്നതിന് പകരം യഥാർത്ഥ പ്രതിഭാശാലി കൂടുതൽ കരുത്തോടെ തിളങ്ങും. ഇത് വായിച്ചു കേൾക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ തിളങ്ങാൻ സാധിക്കട്ടെ. നമുക്ക് പറ്റുന്നതെല്ലാം ചെയ്യുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മുടെ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിലും സമൂഹ ജീവിതത്തിലും രാഷ്ട്ര ജീവിതത്തിലും ഒരു വഴിവിളക്ക് പോലെയെങ്കിലും ആകാൻ ശ്രമിക്കുക. അതിൻ്റെ ചുവട്ടിൽ വരുന്നവർക്കെങ്കിലും പ്രകാശം കൊടുക്കാൻ. കർഷകൻ കൃഷിയിടത്തിൽ നിന്ന് കളകൾ നീക്കം ചെയ്യും പോലെ സമൂഹത്തെ മലീമസമാക്കുന്ന പരോപജീവികളെ വെട്ടി നുറുക്കി തീയിലിടുകയാണ് വേണ്ടത്. അത് ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും പ്രകൃതി ഇവരെയെല്ലാം വെട്ടി നുറുക്കാതിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും നിലനിൽക്കേണ്ടത് മാത്രം നിലനിൽക്കുകയും അല്ലാത്തതിനെ വൈപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ചരിത്രമുള്ള ഭാരതത്തിൽ തിന്മകളെ നന്മകളാക്കാനും ദുഃഖത്തിലും വേദനകളിലും തടസ്സങ്ങളിൽ നിന്നും ചൈതന്യവത്തായ പലതും ഉജ്ജ്വലമായി വളരാനും സാധിക്കുന്നു. അതായിരിക്കും ഭാരതത്തിൻ്റെ പ്രത്യേകത. അത് തന്നെയായിരിക്കും ഒരു 10,000 വർഷമായിട്ട് ഭാരതം നിലനിൽക്കാൻ കാരണവും. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം മുതൽക്ക് മറ്റ് സംസ്കാരങ്ങളെല്ലാം മണ്ണടിഞ്ഞിട്ടും ഭാരതം മരിക്കാത്തതിന് കാരണം ഈ ഭാരതീയ നന്മകൾ എന്നും കാലചക്രം തിരിയുമ്പോഴും ആ സെൻട്രിപെറ്റൽ ഫോഴ്സിൽ ശരിക്ക് തൈര് കടഞ്ഞ് വെണ്ണ വരുന്നത് പോലെ ഭാരതം നിലനിൽക്കും. അതിനാധാരമായ ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര് സ്വാമി വിവേകാനന്ദനെയും അതുപോലെയുള്ള സന്യാസിമാരുടെയും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ, ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നമുക്ക് വഴികാട്ടിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പെരുമ്പാവൂരിൽ നിന്ന് പ്രഭാകരൻ നായർ എനിക്ക് അയച്ചു തന്ന ഹിറ്റ്ലറുടെ മഹാവചനങ്ങൾ എന്ന അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഹിറ്റ്ലറോട് ബഹുമാനമുണ്ടായിട്ടല്ല ഇത് വായിച്ചത്, മറിച്ച് ഭാരതത്തിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഇവിടുത്തെ ബുദ്ധിജീവിയും യുക്തിവാദിയും ഈശ്വരവിശ്വാസിയും ഇവിടുത്തെ യുവാക്കളും മധ്യവയസ്കരും വൃദ്ധരും ഇതൊന്ന് കേൾക്കണം. ഒരു പക്ഷേ നമ്മൾ ആരും തന്നെ ഇത് കേട്ടിട്ടുണ്ടാവില്ല എന്ന കാരണത്താലാണ് ഈ വരികൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.